അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് നന്നായി. അല്ലെങ്കിൽ ആ പിശാശിനെ എങ്ങാനും ഇവിടെ വെച്ച് കണ്ടിരുന്നെങ്കിൽ വന്ന വഴിയെ ഞാൻ തിരിച്ചു പോകേണ്ടി വന്നേനെ. അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇന്ന് ക്ലാസ് ഇല്ലേ? ഇനി കുറച്ചു നാളിവിടെ. മോനെ മാധവ, ഇനി നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നീ പഠിക്കുന്ന അതേ കോളേജ്, അതേ ക്ലാസ് നിന്റെ തൊട്ടടുത്തിരുന്ന് ഇനി ഈ മൈഥിലിയും പഠിക്കുന്നുണ്ടാവും. നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ മൈഥിലി എങ്ങോട്ടും പോകുന്നില്ല. എന്താ അവിടെ ഒരു ബഹളം കേൾക്കുന്നേ? അവിടെ ആഹാ, തല്ലുവിളിക്കൊപ്പം ഇത് തന്നെയാ ജോലിയല്ലേ? ഓ എന്റെ പൊന്നു ചേട്ടാ, ഇങ്ങനെ ഓട്ട മത്സരം കളിക്കാണ്ട് ആ ബാറ്റ് എടുത്ത് അവന്റെ തലക്കിട്ടൊരെണ്ണം കൊടുക്ക്. അവന് 2 അടിയുടെ കുറവുണ്ട്. ചേട്ടന് പറ്റില്ലെങ്കിൽ മാറ്, ഞാൻ കൊടുക്കാം ഒരെണ്ണം. അവന്മാര് പുറകെയുണ്ട്, നീ ഇപ്പുറത്തെ വഴി കൂടെ ഓടിക്കോ. എവിടെയാ ബാറ്റ്? ഓയ്, ക്ലാസ്സിൽ പോടാൻ മര്യാദയ്ക്ക്. ഇനി നീ അവനെ തൊട്ടാ നിന്റെ കൈ ഞങ്ങൾ അരിയും. നീ കുറിച്ച് വെച്ചോ, നിന്നെ ഞങ്ങള് കണ്ടോളാം. നിങ്ങൾ അറിഞ്ഞോ, ഗ്രൗണ്ടിലിട്ട് നമ്മുടെ മാഡിയും ഹെൻറിയും ടീമും തല്ലി. ഏതവളാണെന്ന് അറിയില്ല, മാഡി തല്ലാൻ ഒരുത്തി ഹെൻറിക്ക് ബാറ്റ് എടുത്തു കൊടുത്തിരിക്കുന്നു. അവളെ പക്ഷേ ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ആഹാ, അതാരാ? എന്നാ അവളെ ഒന്ന് പരിചയപ്പെടണമല്ലോ. ഇതാണ് മാധവന്റെയും കൂട്ടുകാരന്റെയും ക്ലാസ്. അവിടെ ഉള്ളവരില് മിക്കവരും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ മാധവിന്റെ ഡൈഹാർഡ് ഫാൻസ് ആണ്. എന്ന് വെച്ച് എല്ലാവരും അല്ലാട്ടോ. മാധവനും കൂട്ടുകാർക്കും 2 അടി കിട്ടുന്നതിലും സന്തോഷമുള്ള ടീമുകളും ഇവിടെ ഉണ്ട്. അതിൽപ്പെട്ടവരാണ് ഇവര്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ റോസു, ജെനി, അന്നമ്മേ, വാ നമുക്ക് അവളെ ഒന്ന് പോയി പരിചയപ്പെട്ടിട്ട് വരാം.
എവിടെ ഞാൻ നോക്കട്ടെ. ഞാൻ ആരെയും കാണുന്നില്ല. അതിനാദ്യം അവളിങ്ങ് വരട്ടെ. നീ ഇങ്ങനെ നോക്കി നിന്ന ആള് വന്ന വഴിയെ സ്ഥലം വിട്ടോളൂ. അല്ല, നീയൊക്കെ കൂടി ഇവിടെ എന്താ തിരുവാതിര കളിക്കുന്നേ? ആശി, നിന്നെ ഞങ്ങൾ വിളിക്കാൻ പോവായിരുന്നു. നീ അറിഞ്ഞില്ലേ കാര്യങ്ങള്? അറിഞ്ഞില്ലേന്നോ? ഞാൻ ലൈവായിട്ട് ഷോ കണ്ടോണ്ടിരിക്കുകയല്ലായിരുന്നോ? ആഹാ, അതിപ്പോ ആരാ കക്ഷി? അതറിയില്ല. എന്തായാലും ഞാൻ ഇതുവരെ നമ്മുടെ കോളേജിൽ കണ്ടിട്ടില്ല. ന്യൂ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നു. എന്തായാലും ആള് പുലിക്കുറ്റ. അമ്മാതിരി എൻട്രി അല്ലായിരുന്നോ? പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. എന്നിട്ട് അവന്മാരോ? അവന്മാരെല്ലാം കൂടെ ക്ലിനിക്കിൽ നിൽപ്പുണ്ട്. അത് കൊള്ളാം. കോളേജിൽ തന്നെ ക്ലിനിക്ക് ഉള്ളത് കൊണ്ട് അവന്മാർക്ക് വെളിയിലോട്ടൊന്നും പോകണ്ട. അപ്പൊ മാധവിനിട്ട് നല്ലവണ്ണം കിട്ടിക്കാണു അല്ലേ? ഓ, എവിടുന്ന്? 1-2 എണ്ണം വേണ്ടി കിട്ടി. അപ്പോഴേക്കും അവന്മാര് വന്നു. ഷേ, അത് കഷ്ടായി പോയി. ശരിക്കും അവന്മാർക്കിട്ടായിരുന്നു ആദ്യം കിട്ടേണ്ടത്, പ്രത്യേകിച്ച് ആ റോയ്ക്ക്. അതെന്താ അങ്ങനെ? ശരിക്കും മാധവല്ലേ അന്ന് നമ്മളെ പിടിച്ച് റാഗ് ചെയ്തേ. അത് കഴിഞ്ഞപ്പോഴാണല്ലോ നമ്മൾ അവനുമായിട്ട് വഴക്കായത്. പിന്നെ നിനക്ക് റോയുടെ മാത്രം ഇത്ര ദേഷ്യം? റോയുടെ കാര്യം മാത്രം ഞാനോട് മിണ്ടല്ലേ. അവനുണ്ടല്ലോ, ഒന്നും മിണ്ടാതിരിക്കോ? അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം. അന്നമ്മേ, ഈയിടെ ആയിട്ട് നിനക്ക് ഇത്തിരി സംശയം കൂടുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാം. ആ കുട്ടി വരുന്നു. ഈശ്വര, ഇതൊന്ന് നോട്ടോ. എല്ലാം കൂടെ എന്നെ കടിച്ചു തിന്നു. ഓ, ലവൻ ഇത്രയധികം ആരാധികമാരോ? ഞാൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു ചിരിച്ച മുഖം കൂടെ കാണുന്നില്ലല്ലോ ഈശ്വര. ഭാഗ്യം, അവിടെ കുറച്ച് ചിരിച്ച മുഖങ്ങൾ കാണുന്നുണ്ട്. അവിടെ പോയി ചോദിക്കും. ഹായ്, ഫസ്റ്റ് ഇയർ ബയോകെമിസ്ട്രി ക്ലാസ് റൂം എവിടെയാ? ഫസ്റ്റ് ഇയർ ബയോകെമിസ്ട്രി അഡ്മിഷൻ? ആ, അതെ. വാട്ട് എ കോയിൻസിഡൻസ്. അയ്യോ, ഞങ്ങൾ ഫസ്റ്റ് ഇയർ ബയോകെമിസ്ട്രി ആണ്. സീരിയസ്ലി? അതെന്തായാലും നന്നായി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ദൂരെ നിന്ന് നിങ്ങളുടെ ചിരിച്ച മുഖം കണ്ടേ. ബാക്കിയുള്ളവരൊക്കെ ഏതോ അന്യഗ്രഹ ജീവിയെ നോക്കുന്ന പോലെ എന്നെ നോക്കുന്നേ. അതിപ്പോ പറയണോ? രാവിലത്തെ സംഭവത്തിന് ശേഷം തന്നെ തിരഞ്ഞിറങ്ങിയതാ ഞങ്ങള്. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും മൈൻഡ് ആക്കണ്ട. ശത്രുപക്ഷത്തിന് കുറച്ച് ഫാൻസ് കൂടുതലാണെന്ന് കരുതിക്കോ. അല്ല, ചോദിക്കാൻ മറന്നു, മാധവന് നേരത്തെ അറിയോ? അവനെ തല്ലാൻ എന്തിനാ താൻ ബാറ്റ് എടുത്തു കൊടുത്തേ? മാധവുമായിട്ട് നേരത്തെ മുതൽ വേറെ എന്തെങ്കിലും ശത്രുതയുണ്ടോ? അതോ ഇനി തനിക്ക് ഹെൻറി നേരത്തെ അറിയോ? ഇതെല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെയാ പറയുന്നേ? എനിക്കറിയാം, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരുപാട് കേൾക്കാനും എനിക്ക് പറയാനും ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന്. എല്ലാം കൂടെ ഇപ്പൊ പറയണോ? നമ്മൾ ഒരേ ക്ലാസ്സിലല്ലേ? ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. ശത്രുപക്ഷം എന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് മനസ്സിലായി നമ്മളിനി ഒരേ ടീമിലാണെന്ന്. ബൈ ദ വേ, ഐ എം മൈഥിലി മേനോൻ. ഹോസ്റ്റലല്ലേ, അപ്പൊ ഒരുപാട് സമയമുണ്ട്. ഓപ്സ്, ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ല. ഞാൻ ഗായത്രി. ഇത് റോസ്, ഇത് അന്ന, ഇത് ജെനിഫർ, ഇത് ആഷിക്. ഓക്കെ, നൈസ് ടു മീറ്റ് യു ഗൈസ്. ഇത്ര പെട്ടെന്ന് എനിക്ക് ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാ ക്ലാസ്സിൽ പോവാം. പിന്നെ അവിടെ കുറച്ച് മൂരാച്ചികളുണ്ട്, അവളുമാരെ ഒന്നും മൈൻഡ് ചെയ്യാനും നിൽക്കണ്ട. ഇനി എല്ലാ കാര്യത്തിലും നമ്മൾ കൂടെ ഉണ്ടാവും. ഓക്കെ, ഒരു മിനിറ്റ്, എന്റെ ലഗേജ്. അയ്യോ, ഇവിടെ വെച്ചിരുന്ന എന്റെ ലഗേജ് ഒന്നും കാണുന്നില്ലല്ലോ. അതെവിടെ പോവാനാ? അതിവിടെ തന്നെ കാണും. ഇല്ല, ഇവിടെ ഒന്നും ഇല്ല. അതെവിടെ പോവാനാ? വാ നോക്കാം. Hello guys, how are you all? Sorry to say I'm not feeling well physically because
because of the weather, to be very obvious. Anyways, welcome back to our college FM 94.6 and you are with your favorite RJ Abi. ഇനി നമുക്ക് കുറച്ച് ഗോസിപ്പ് ആയാലോ? എനിക്കറിയാം യു ഗൈസ് ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. രാവിലത്തെ രണ്ട് കൂട്ടർ പെർഫോമൻസ് നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയ്ക്ക് രണ്ട് ടീമുകളുടെ പെർഫോമൻസിനേക്കാൾ എന്നെ ആകർഷിച്ചത് കയ്യിൽ ബാറ്റ് എന്തിയ പെൺകുട്ടിയാണ്. വാട്ട് എ സ്റ്റൈലിഷ് എൻട്രി. ഒരു കൂസലുമില്ലാതെ വരവുണ്ടല്ലോ. ഹോ, ഓർക്കുമ്പോൾ തന്നെ റൊമാൻറ്റിഫിക്കേഷൻ. ഓക്കെ പലർക്കും ഈ ടോക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ലെന്നറിയാം. സോ മൂവിംഗ് ഫോർവേഡ്, രാവിലത്തെ പെർഫോമൻസിന് ശേഷം മാധവനും കൂട്ടുകാരും ഒരു സ്പെഷ്യൽ ഷോ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഫാഷൻ ഷോയിൽ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സോങ് കേട്ടാലോ? Once again, you are listening to our college FM 94.6 and you are listening to your favorite RJ Abi. तू मेरा कोई ना होके ना कुछ लागे, तू मेरा कोई ना होके भी कुछ लागे, किया रे जो भी तूने कैसे किया रे, जिया को मेरे बांध ऐसे लिया रे, समझ के भी ना समझ मैं सकूं, सवेरों का मेरे तू सूरज लागे. പച്ചപ്പവിഴവർണ്ണക്കുടനിവരുമാവണിത്തിരുവിഴ ചെല്ലത്തമിഴിനൻ പുത്തിരയുണരുമായിരം പുതുനിറം. തങ്ങളുടെ തിന്ന കദിന്ന ത തിന്ന കദിന്ന തങ്ങളുടെ 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 കദിന്ന ത എന്റെ ബാഗ് എന്റെ ബാഗ് വരെയായിട്ട് കാണാം. അല്ല, ഇതാര്? മിസ് മൈഥിലി മേനോനോ? അല്ല, എന്താ ഇവിടെ? ജർമ്മനിക്ക് പോയില്ലേ? ജർമ്മനിയോ? ഞാനത് ഓർത്തില്ല. പാസ്പോർട്ട് ഇല്ലാണ്ട് ജർമ്മനിയിലോട്ടല്ല ഒരു ഗുദാമിലോട്ടും പോവാൻ പറ്റില്ല. അല്ലേടി? കഷ്ടം. ഗുദാമോ? അതെവിടെയാ? നിന്നോണ്ടിരുന്നു നീ അവിടെ. വേണ്ടടാ, എനിക്ക് പാസ്പോർട്ടും വേണ്ട, ജർമ്മനിയിലോട്ടും പോണ്ട. നിന്റെ അന്ത്യം അതാ ഇനി എന്റെ ലക്ഷ്യം. അതിനാ നീ പഠിക്കുന്ന അതേ കോളേജിൽ ഞാൻ തപ്പിപ്പിടിച്ചു വന്നെ. വേണോടി, വേണം. നീ ഇവിടെ തന്നെ പഠിക്കണം. അത് തന്നെയാ ഞാനും ആഗ്രഹിച്ചേ. അല്ലാതെ നീ ഇവിടുന്ന് പെട്ടിയെടുത്തങ്ങ് ജർമ്മനിയിലോട്ട് പോയാ പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവത്തില്ലേടി. ഓ, അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നത് നീ പ്രതീക്ഷിച്ചിരുന്നല്ലേ? അപ്പൊ ഇത് ഇവിടെ തുടങ്ങിയ പ്രശ്നമല്ല അല്ലേ? ഇനി നീ വാ തുറന്നാ നിന്റെ വായിൽ ഞാൻ പേപ്പർ കുത്തിക്കയറ്റി വെക്കും. എന്തായാലും നിനക്കൊരു വെൽക്കം ഗിഫ്റ്റ് തരണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതോണ്ടെ എന്റെ ബാഗ്. ഒരു ഫാഷൻ ഷോ നടത്താനായിരുന്നു ഉദ്ദേശം. പക്ഷെ എന്ത് ചെയ്യാൻ, ഒരൊറ്റ ഡ്രസ്സ് പോലും എനിക്ക് കയറുന്നില്ല. ഭയങ്കര ഇറുക്കം. അല്ല, നിന്റെ അമ്മ അനുരാധ മേനോൻ എനിക്കൊന്നും കഴിക്കാൻ തരുന്നില്ലേ? ഫുൾ വെച്ച് കേട്ടാണല്ലോടി.
പോയി, എല്ലാം കൈവിട്ടുപോയി. എന്തുവാടോ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല സാർ. എന്ത് വേഷമാണോ ഇതൊക്കെ? അത് ഒന്നുമില്ല സാർ, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. നിന്റെയൊക്കെ എന്റർടൈൻമെന്റ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് റോബോട്ട് സാർ വിളിപ്പിച്ചിട്ടുണ്ട്. എല്ലാ എണ്ണങ്ങളും ക്ലാസ് കയറുന്നതിന് മുമ്പ് സാറിനെ പോയി കാണും. അടിപൊളി. മൈഥിലി, തനിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് എഴുതിത്താ, ഞാൻ അതിനുള്ള ആക്ഷൻ എടുക്കാം. ഇല്ല സർ, എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. എടോ, താനാരും പേടിക്കണ്ട. ഇതിന്റെ പേരിൽ ഇവന്മാരെ നിങ്ങളെ ഒന്നും ചെയ്യില്ല. താനൊരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതിത്താ. നോ സർ, എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. എന്റെ ബാഗ് എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. നിനക്കൊക്കെ ഇത് എന്തിന്റെ കേടാടാ? പ്രിൻസിപ്പൽ അച്ഛൻ റോമിൽ പോയി തിരിച്ചു വരുന്നവരെങ്കിലും നീ എന്നേക്ക് ഇവിടെ ഇരുത്തോ? അത് സാർ, ഞങ്ങള് വെറുതെ ഈ കുട്ടിക്ക് ഒരു വെൽക്കം കൊടുത്താ സാർ. വെൽക്കം കൊടുക്കാൻ നീയൊക്കെ ആരാ? ഇവളുടെ കുഞ്ഞമ്മയുടെ മോനെ. കുഞ്ഞമ്മയുടെ അല്ല സാർ, അമ്മാവന്റെ മോൻ. എന്താ പറഞ്ഞ? ഒന്നുമില്ല സാർ. അമ്മാവന്റെ മോൻ. ഓ, മിണ്ടാതിരിക്കടി. കുട്ടി, ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, തനിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? നോ സർ. മാധവ്, താൻ ഇവിടെ പഠിക്കാൻ തന്നെയാണോ വരുന്നത്? തന്റെ അച്ഛനെ ഞാനൊന്ന് വിളിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നത്തിൽ താൻ ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് കിട്ടാനൊന്നും ഞാൻ നോക്കി നിൽക്കില്ല, കേട്ടല്ലോ? ഓക്കെ സർ. സമയം കളയേണ്ട, എല്ലാ എണ്ണങ്ങളും പോയി ക്ലാസ്സിൽ കയറും. താങ്ക് യു സർ. മൈഥിലി, താനെന്താ കംപ്ലൈന്റ് ഒന്നും ഇല്ലെന്ന് സാറിനോട് പറഞ്ഞേ? കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, അതൊന്നും അവന് ഇഷ്ടത്തില്ല. അല്ലേലും ഞാനിവിടെ വന്ന ഉടനെ തന്നെ അവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? എന്നാ പിന്നെ നിങ്ങൾ ക്ലാസ്സിലോട്ട് വിട്ടോ, ഞാൻ നാളെ തൊട്ടേ കയറുന്നുള്ളൂ. ആഷി, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഇവരൊക്കെ ആരുടെ ക്ലാസ്സിലാ? അത് സാർ, അരുൺ സാറിന്റെ ക്ലാസ്സിലാ. അരുണോട് എന്നെ വന്നൊന്ന് കാണാൻ പറയും. പിന്നെ എപ്പോഴും ആ മൈക്കിന് മുന്നിൽ ഇരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെയും ഞാൻ വിളിക്കുന്നെന്ന് പറ. കോളേജ് FM ആണെന്ന് വെച്ചിട്ട് എന്തും വിളിച്ചു പറയാമെന്ന് അവന്റെയൊക്കെ വിചാരം. അവന്റെയൊക്കെ ഒരു ഗോസിപ്പ് ടോക്ക്. ഇതൊക്കെ എന്റെ തലയിലോട്ട് തന്നെ വന്ന് കയറിയല്ലോ എന്റെ കർത്താവ്. മാനസി, ഞാൻ തന്റെ പേപ്പേഴ്സ് ഉണ്ടല്ലോ, അത് ഇന്ന് തന്നെ ഡ്രാഫ്റ്റ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ? ഇല്ല, ഞാനിപ്പോ തന്നെ ചെയ്യാം. മാനസി, ഞാൻ കുറച്ച് പ്രിന്റ് എടുക്കാൻ തന്നിരുന്നു, അതെടുത്തോ? അയ്യോ ഇല്ല സാർ, അതിൻ്റെ ഇടയ്ക്ക് സാർ എനിക്ക് കുറച്ച് വർക്ക് തന്നു. മാനസി, അതെനിക്ക് അത്യാവശ്യമാണ്, ഇപ്പൊ തന്നെ വേണം. ഓക്കെ സാർ, ഞാനിപ്പോ തന്നെ എടുത്തുതരാം. എന്റെ ജസ്റ്റിനെ, അത് എനിക്ക് അങ്ങോട്ട് പ്രിന്റ് എടുത്താ പോരെ? ആ കൊച്ചിനെ ഇട്ട് ഇങ്ങനെ ഓടിക്കണോ? താനിവിടെ വെറുതെ ഇരിക്കുമല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ജൂനിയേഴ്സ് വരുമ്പോഴല്ലേ നമ്മള് സീനിയേഴ്സിനെ കുറച്ചു നേരം വെറുതെ ഇരിക്കാൻ പറ്റൂ. അവള് മേലെ എനിക്ക് പണി കിട്ടണോ? അയ്യോ, ഇത് പെൻഡിങ് ആയിരുന്നോ? ഓർത്തിട്ട് തല പെരുക്കുന്നു. ഇനി അടുത്ത പണിക്ക് ആരാണോ വിളിക്കുന്നത്? I'm sorry.
മാനസി, താൻ ഇനി ഇവിടുത്തെ വർക്കൊന്നും ചെയ്യണ്ട കേട്ടോ. ഇങ്ങോട്ട് തന്നേക്ക്, ബാക്കിയൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തോളാം. അതെന്താ, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക്? അതൊന്നും അല്ലടോ. ഇനി താൻ മൃദുൽ സാറിന്റെ സെക്ഷനിലോട്ട് ചെന്നോ. അവിടെ ഒരാളുടെ കൂടെ ആവശ്യമുണ്ട്. മൃദുൽ സാറ് വിജയ് സാറിനോട് തന്നെയും കൂടെ അങ്ങോട്ടേക്ക് വിടാൻ ആവശ്യപ്പെട്ടു. ഈശ്വര, പേടിച്ചപ്പോ എന്നെ സംഭവിക്കാൻ പോവാ. മാനസി, താനെന്താ അവിടെ നിൽക്കുന്നേ? വാ, നമുക്കൊരു കോഫി കുടിക്കാം. ശ്രുതി, ഞാൻ... എന്താടോ? നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താടോ, എന്ത് പറ്റി? ഇനി തൊട്ട് എന്നോട് മൃദുൽ സാറിന്റെ സെക്ഷനിലോട്ട് ചെല്ലാനാ പറഞ്ഞേ. എനിക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. നിനക്ക് പറ്റുമെങ്കിൽ സാറിന്റെ സെക്ഷനിലേക്ക് പോവും. മാനസി, ഐ എം സോ ഹാപ്പി. ഇത് ഞാൻ നിന്നോട് എങ്ങനെ ചോദിക്കാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. മൃദുൽ സാറ് നിന്നെ റെക്കമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ സങ്കടമായി. സത്യം പറയാലോ, നീ വേറെ ഒന്നും വിചാരിക്കല്ലേ. നിന്നോടുള്ള അസൂയ കൊണ്ടൊന്നും അല്ല. എനിക്ക് പുള്ളി അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എന്നാലും താങ്ക് യു സോ മച്ച്. ഏട്ടാ, ഐ എം സോറി. നീ മൈഥിലിയെ കണ്ടോ? ഇല്ല, ഇന്ന് രാവിലെ ഞാൻ കണ്ടില്ല. എന്നാ ഓഫീസിൽ കാണും, ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ. വേഗം വാ, ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ക്യാൻറ്റീനിൽ ഒന്നും കിട്ടില്ല. റോസു, നീ അങ്ങോട്ട് നോക്കിയേ. ആ മരത്തിൽ കിടക്കുന്ന ഡാ, ഒന്ന് വേഗം വാ, വിശക്കുന്നറിയാ. ഡാ, എന്റെ ബോക്സ് ഒന്നും കാണുന്നില്ല. എന്താണ്? എന്റെ ജെറ്റ് ഒന്നും കാണുന്നില്ല.